ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേയുടെ സൈഡിൽ നിന്ന് നമ്മൾ അടുത്തതായി പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത് ഒരു ചെറിയ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷനുമായി റിലേറ്റ് ചെയ്ത് ടെക്നീഷ്യൻ വേക്കൻസി പറയുന്ന ഒരു ഡ്രാഫ്റ്റ് ആണ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഡ്രാഫ്റ്റ് എന്ന രീതിയിലാണ് അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഡ്രാഫ്റ്റിൽ പറയുന്നത് 6374 വേക്കൻസികളാണ് ടെക്നീഷ്യനായിട്ട് 51 കാറ്റഗറീസിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ആനുവൽ കലണ്ടർ പുറത്തു വന്നിരുന്നു. ആ കലണ്ടറിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ALP ആയിരുന്നു. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഈ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏപ്രിൽ ജൂൺ മാസത്തിലാണ് ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് RRBയുടെ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടൈമിലാണ് ഈ ഡ്രാഫ്റ്റ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ RRB ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ജൂൺ മാസത്തിൽ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും നോട്ടിഫിക്കേഷൻ വരുമെന്ന്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ വേക്കൻസികളാണ് 6374 എന്ന് ഈ ഡ്രാഫ്റ്റിൽ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാലേ ഇത് കൺഫേം ആവുകയുള്ളൂ. പക്ഷെ ഇത് ഏറെക്കുറെ കറക്റ്റ് ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ 2024 ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമില് വേക്കൻസി പിന്നീട് അത് വേക്കൻസി ഇൻക്രീസ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പൊ നമുക്ക് ഇവിടെയും നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ 6374 ആണെങ്കിലും നമുക്ക് പിന്നീട് അതിന്റെ വേക്കൻസി ഇൻക്രീസ് ചെയ്യപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ലാസ്റ്റ് ടൈമിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതേപോലെ ലാസ്റ്റ് ടൈം 2024 നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഈ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയവർക്കും അതേപോലെ അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റാതെ പോയവർക്കും എക്സാം എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റാതെ പോയവർക്കും ഒക്കെ ഒരു സുവർണ അവസരമാണ് ഈ പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നവർക്കും ഇത് നല്ലൊരു അവസരം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് RRB ടെക്നീഷ്യന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്തിരിക്കണം. നിങ്ങൾ അതിനായിട്ട് പഠിച്ചു തുടങ്ങുകയും വേണം. അപ്പം നമുക്ക് RRB ടെക്നീഷ്യന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസ് എന്ന് പറയുന്നത് ലെവൽ 5 പോസ്റ്റ് ആണ്. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് ലെവൽ 2 പോസ്റ്റ് ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് 29,200 ആണ് പേ സ്കെയിൽ വരുന്നത്. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് 19,900 ആണ് പേ സ്കെയിൽ വരുന്നത്. ഏജ് ലിമിറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1ന് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയും ഗ്രേഡ് 3ക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുമാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് ഓർ ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻസ്ട്രുമെന്റേഷൻ, നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഇതിൽ ഏതെങ്കിലും ട്രേഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ BSc ഇൻ കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഫിസിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഈ മുകളിൽ പറഞ്ഞ ബേസിക് സ്ട്രീംസിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിലും അതേപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ എബോവ് ബേസിക് സ്ട്രീംസ് ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ എബോവ് ബേസിക് സ്ട്രീംസ്. നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിലും അതേപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഗ്രേഡ് 1 സിഗ്നൽസിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 10th+ ITI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. SSLC + ITI ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് NCVT ഓർ SCVT ഇൻ ദ റിലവന്റ് ട്രേഡ്. നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറയുന്ന റിലവന്റ് ട്രേഡിൽ നിങ്ങൾക്ക് SSLC + ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലേക്ക് വരുമ്പോൾ മറ്റൊരു പോസ്റ്റ് ഉണ്ട്, S&T എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് SSLC + ITI സർട്ടിഫിക്കറ്റ് ഇൻ ട്രേഡ് ഓഫ് ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ, ഈ 3 ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റും SSLC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ +2ന് ഫിസിക്സോ മാത്സോ ആണ് പഠിച്ചതെങ്കിലും ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&Tക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. +2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&Tക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ +2കാർക്കും ഉള്ള ഒരു അവസരമാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോസ്റ്റാണ് ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&Tക്ക് +2ൽ ഫിസിക്സും മാത്സും പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിന് നല്ലൊരു അവസരമാണ് റെയിൽവേയിൽ വരുന്നത്. അപ്പോൾ അതിന്റെ വേക്കൻസി അനുസരിച്ച് നിങ്ങൾ അതിന് പഠിച്ചു തുടങ്ങേണ്ടതാണ്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ
RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 ആയിട്ട് കംപ്ലീറ്റ് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ മെന്റർ സപ്പോർട്ട് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കരുത്. നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിന്റെ വേക്കൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഈ ഒരു മന്ത് എൻഡിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് പഠിച്ചു തുടങ്ങേണ്ട കറക്റ്റ് ടൈം ഇതാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.